ഞാൻ ഉപയോഗിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ എനിക്ക് പെർഫോമൻസ് തന്നൊരു എഞ്ചിൻ ഓയിൽ. പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ ലിക്കിമോൾ ഉപയോഗിച്ചു, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഡെയിലി യൂസിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഞാനൊരു അപ്ഗ്രേഡ് എന്നുള്ള രീതിയിൽ മോട്ടീവിലോട്ട് പോയതാണ്. കുറേ നാൾ മോട്ടീവുകൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയിപ്പം മോട്ടീവുകളുടെ ആവശ്യമില്ല. കാര്യം ഞാൻ എൻ്റെ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കെ ടി എമ്മിൻ്റെ 390 സീരീസ് അല്ലെങ്കിൽ ഡ്യൂക്ക് 200 ആ ഒരു ലെവലിലുള്ള 390 വണ്ടികൾക്ക് പണി കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാം. അവർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് 10,000 കിലോമീറ്റർ എഞ്ചിൻ ഓയിൽ ഉപയോഗിക്കാം എന്നുള്ള കാര്യമാണ്. കമ്പനിക്ക് അറിയാം ഈ 10,000 കിലോമീറ്റർ ഓടത്തില്ല എന്നുള്ള കാര്യം. 5,000 കിലോമീറ്റർ ആകുമ്പോഴത്തേന് എഞ്ചിൻ ഓയിൽ നല്ല രീതിയിൽ കുറയുമെന്ന് അവർക്ക് അറിയാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എന്താ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തൊരു ഒരു വീഡിയോ ആണ്. എഞ്ചിൻ ഓയിലിനെ പറ്റിയൊരു വീഡിയോ ചെയ്യ് എന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് ഞാൻ ചാനൽ തുടങ്ങിയതിന് ശേഷവും അതിന് മുമ്പായിട്ടും ഒരുപാട് എഞ്ചിൻ ഓയിൽ ബ്രാൻഡ് മാറി മാറി യൂസ് ചെയ്തൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഞാൻ ബജാജ് യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. കമ്മ്യൂട്ടറിൻ്റെ ഡിസ്കവർ ഉണ്ട്. R15 ഉപയോഗിക്കുന്ന യമഹ മാത്രമല്ല ഞാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സുസുക്കിയുടെ വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഷോറൂമിൽ നിന്ന് മാത്രമല്ല സർവീസ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ, അത് ഫ്രീ ആയിട്ട് കൊളാബറേഷൻ വഴി കിട്ടുന്ന കുറേ എഞ്ചിൻ ഓയിൽസും ഉപയോഗിച്ചിട്ടുണ്ട്. പൈസ കൊടുത്ത് മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ നിന്നും കുറേ പണികൾ കിട്ടിയിട്ടുണ്ട്. ഏത് എഞ്ചിൻ ഓയിലാണ് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയത്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാം. ചെറിയൊരു വീഡിയോ ആയിരിക്കും. നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഫുള്ളിരുന്ന് കാണും. നിങ്ങൾ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, നല്ല പെർഫോമൻസ് വണ്ടികളായിക്കോട്ടെ, ഹൈലി പെർഫോമൻസ് വണ്ടി ആയിക്കോട്ടെ, ഈ വണ്ടികളൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് നിങ്ങൾ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എഞ്ചിൻ്റെ കാര്യം തവിട് പൊടിയാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു നല്ലൊരു കയ്യിൽ നിന്ന് പൈസ പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ അനുഭവസ്ഥരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ബട്ട് എന്നിരുന്നാലും ഇപ്പം വണ്ടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ള് കാണുക. സീരിയസ് ആയിട്ട് പറയുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ എഞ്ചിന് നല്ല ഡാമേജ് ഉണ്ടാക്കും ഈ പറയുന്ന ഓയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റിൽ തന്നെ എഞ്ചിൻ ഓയിൽ ടൈപ്പുകളെ പറ്റി നമുക്ക് പറയാം. മിനറൽ ഓയിൽ, അതുപോലെ തന്നെ സെമി സിന്തറ്റിക് ഓയിൽ, ഫുള്ളി സിന്തറ്റിക് ഓയിൽ, അതിന് മുകളിലോട്ട് ഗ്രേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 300 V² എന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടോ GP ഒഴിക്കുന്ന സെയിം എഞ്ചിൻ ഓയിൽ മോട്ടീവുകളൊക്കെ തരുന്നുണ്ട്. ബ്രാൻഡുകളെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യം എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വണ്ടികൾക്ക് ഉപയോഗിക്കേണ്ട ഗ്രേഡൊക്കെ. 10W30 അതിനൊക്കെ പറ്റി ഞാൻ പറയുന്നില്ല. അതൊക്കെ ബേസിക്കായിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. എൻ്റെ R15 വെർഷൻ 3യിൽ 10W40 എന്ന് പറഞ്ഞ ഗ്രേഡാണ് ഉപയോഗിക്കേണ്ടത്. വളരെ ചീപ്പായിട്ട് ഒരു സിന്തറ്റിക് ഓയിൽ നമുക്ക് യമഹ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 3000 കിലോമീറ്റർ മാത്രമാണ് അതിന് ലാസ്റ്റിംഗ് ഉള്ളത്. അത് നമുക്ക് ഹൈ പെർഫോമൻസ് എടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പെർഫോമൻസ് എടുക്കാം. നമ്മുടെ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് കൂടുതലായിട്ട് പ്രാധാന്യം തരുന്ന രീതിയിൽ ഉള്ളൊരു സെറ്റപ്പാണ് ഈ യമഹ യമലൂബ് 10W40യിൽ നമുക്ക് 530 രൂപ അങ്ങാണ്ടേ ഉള്ളൂ. അതേസമയം ഒരു മോട്ടീവ് 700 എന്ന് പറഞ്ഞൊരു മോഡൽ സിന്തറ്റിക് ഓയിൽ, ഫുള്ളി സിന്തറ്റിക്, ആ ഒരു ഓയിൽ മേടിക്കണമെങ്കിൽ 900 രൂപ അടുത്ത് വരും. അത് 400 രൂപയുടെ ഡിഫറൻസ് ആണ് മെയിനായിട്ടും വരുന്നത്. പക്ഷേ യമഹ റെക്കമെൻഡ് ചെയ്യുന്നത് 3000 കിലോമീറ്റർ കഴിയുമ്പോൾ എഞ്ചിൻ ഓയിൽ മാറണമെന്നാണ്. പക്ഷേ മോട്ടീവുകൾ ഇത്രയും പൈസ കൂടുതൽ എടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ കമ്പനിയുടെ പറയുന്ന റെക്കമെൻഡേഷന് മുകളിൽ നമ്മളിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ആ എഞ്ചിന് പണി കിട്ടുമോ എന്നുള്ള കാര്യം ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞുതരാം. ഈ മോട്ടീവുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക്, പ്രത്യേകിച്ച് R15 ഉപയോഗിക്കുന്ന ആൾക്കാർക്കിടയിൽ എനിക്ക് ഇതുവരെ ഒരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എഞ്ചിൻ ഓയിൽ കുറയുന്നതായിട്ട് എൻ്റെ ഒരു കാഴ്ചയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു 950 ml ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് വളരെ ഓയിൽ കുറവായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം R15 RCയിലാണെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ മോട്ടീവുകളുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയാനായിട്ടുള്ളത്. പിന്നെ പെർഫോമൻസ് അത് അടിപൊളിയായിരിക്കും എന്നുള്ള കാര്യം 100% പക്കാണ്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടുകളുള്ളൊരു കാര്യം ഞാൻ പറയാം. ഞാൻ യമലൂബ് അങ്ങനെ അധികം ഉപയോഗിക്കാറില്ലായിരുന്നു. ആദ്യത്തെ ഒരു 3-4 സർവീസ് മാത്രമാണ് എൻ്റെ R15 യമലൂബ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഞാനൊരു അപ്ഗ്രേഡ് എന്നുള്ള രീതിയിൽ മോട്ടീവിലോട്ട് പോയതാണ്. കുറേ നാൾ മോട്ടീവുകൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയിപ്പം മോട്ടീവുകളുടെ ആവശ്യമില്ല. കാര്യം ഞാൻ എൻ്റെ R15 അങ്ങനെ അധികം എടുക്കാറില്ല. ഡെയിലി യൂസ് മാത്രമേ ഉള്ളൂ, വല്ലപ്പോഴുള്ള ഉപയോഗം മാത്രമേ ഉള്ളൂ. ഞാൻ എന്തിനാണ് മോട്ടീവുകൾ ഒഴിക്കുന്നത് ഇത്രയും പൈസ കൊടുത്ത്? ഏകദേശം ഒരു 400 രൂപ അധികം കൊടുത്ത് യമലൂബിനെ അപേക്ഷിച്ച്. അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നി. കാര്യം ഞാൻ യമലൂബിലോട്ട് തിരിച്ചു വന്നു. കാര്യം നമുക്ക് മാർക്കറ്റിൽ കിട്ടാമെന്നതിൽ വെച്ച് യമലൂബ് എന്ന് പറഞ്ഞ ഒരു എഞ്ചിൻ ഓയിൽ നമുക്ക് 530 രൂപ കിട്ടുന്ന സമയത്ത് 3000 കിലോമീറ്ററേ നമുക്ക് ഓടാൻ പറ്റത്തുള്ളൂ. സംഭവം ശരിയാണ്. പക്ഷേ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് എനിക്ക് അന്നേരമാണ് മനസ്സിലായത്.
യമഹയുടെ എഞ്ചിന് സ്പെസിഫൈ ചെയ്ത് ഡെവലപ്പ് ചെയ്തൊരു എഞ്ചിൻ ഓയിലാണ് ഈ യമലൂബ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ത്രോട്ടൽ റെസ്പോൺസിലൊക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസം മനസ്സിലായി തുടങ്ങി. കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നി. അഫോർഡബിളും ആണ്. 3000 കിലോമീറ്റർ ഇരിക്കുമ്പോൾ മാറിക്കൊടുത്താൽ മതി. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് അപ്പുറം ഒരു 2000 കിലോമീറ്റർ കൂടുതൽ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ ഒരു 50,000 കിലോമീറ്ററോ അല്ലെങ്കിൽ 30,000 കിലോമീറ്ററോ നിങ്ങൾക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നത്തില്ല. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വലിയൊരു ഇഷ്യൂ അവിടെ കാത്തിരിപ്പുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മോട്ടോകൾ ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ മോട്ടോകൾ ഉപയോഗിക്കുന്ന വണ്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 3000 കിലോമീറ്റർ മുകളിൽ ഇത് മോട്ടോകളാണല്ലോ 10,000 കിലോമീറ്റർ ഓടും അല്ലെങ്കിൽ 6,000 കിലോമീറ്റർ ഓടുമെന്ന് പറഞ്ഞിട്ട് ഓടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പണി കിട്ടത്തില്ല. പക്ഷേ കുറേ നാൾ കഴിയുമ്പം ആ ഒരു എഞ്ചിനകത്ത് ഒരുപാട് തേയ്മാനങ്ങളുണ്ടാവും. V3 ആണെന്നുണ്ടെങ്കിൽ റോക്കറാമിന് 7,000 രൂപയാണ്, ക്യാം ഷാഫ്റ്റിന് 1,600 രൂപയാണ്. എങ്ങനെ പോയാലും ഒരു 10-15 രൂപയുടെ പണി നിങ്ങൾക്ക് കിട്ടും. സൗണ്ടിലൊക്കെ വ്യത്യാസം വരും. കൂടുതലും R15 പണി കിട്ടുന്ന എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു. വർക്ക്ഷോപ്പുകാർ ഈ യമലൂബ് മാറ്റി മോട്ടോകൾ ഒഴിച്ചു കൊടുത്തിട്ട് 7,000-8,000 കിലോമീറ്റർ സുഹൃത്തെ ഓടുമെന്ന് പറയും. ഒരു 4-5 വർഷം അല്ലെങ്കിൽ 3-4 വർഷമൊക്കെ സിമ്പിളായിട്ട് ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ജാപ്പനീസ് മെഷീനല്ലേ. പക്ഷേ കുറേ നാൾ കഴിയുമ്പം ഈ ഹെഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ നോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ക്രാങ്കിനൊക്കെ ഒരു പ്രശ്നമായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നതിനപ്പുറം നിങ്ങളൊരു കാരണവശാലും നിങ്ങൾ കിലോമീറ്റർ ഓടിക്കരുത്. പ്രത്യേകിച്ച് ഒരു കുറച്ചും കൂടെ ഒക്കെ ഒരു 50,000-60,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഓയിൽ മാറാൻ നിങ്ങൾ ശ്രമിക്കുക. കാര്യം അത്ര എഞ്ചിൻ ഓടിക്കഴിഞ്ഞു ഓൾറെഡി. നിങ്ങൾക്ക് ഇനിയിപ്പോൾ മോട്ടോകൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലിക്കിമോളി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡിനോൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോ. നിങ്ങളുടെ കയ്യിൽ ഒരു അഡിനോളിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1,700 രൂപ റേറ്റ് ഉണ്ട്. ലിക്കിമോളിക്കാണെങ്കിലും 1000-ന് മുകളിൽ റേറ്റ് ഉണ്ട്. മോട്ടോകളിലും 1000 രൂപയ്ക്ക് അടുത്ത് റേറ്റ് ഉണ്ട്. അപ്പോൾ ഈ 1000 രൂപയൊക്കെ ഇത്രയും പൈസ കൊടുത്തിട്ട് R15 3000 കിലോമീറ്റർ ഓടിക്കാനേ പറ്റത്തുള്ളൂ. പോട്ടെ ഒരു 3,500-4,000 കിലോമീറ്റർ ഓടുമായിരിക്കും. എന്നാലും അത് നഷ്ടക്കച്ചവടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡെയിലി വണ്ടി യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് മാത്രം ഇഫ് യു ആർ എ ട്രാക്ക് റൈഡർ then go for the premium products like മോട്ടോൾ ഓർ യമഹയുടെ തന്നെ യമലൂബ് ഉണ്ട്. 1,800 റേറ്റ്. ഞാൻ ഉപയോഗിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ എനിക്ക് പെർഫോമൻസ് തന്നൊരു എഞ്ചിൻ ഓയിൽ യമലൂബിൻ്റെ RSGP എന്ന് പറഞ്ഞ ഒരു ഫാക്ടറി മോട്ടോ GP ഡിറൈവ് ചെയ്ത് വന്നൊരു എഞ്ചിൻ ഓയിലാണ്. ഒരു രക്ഷയില്ലാത്തൊരു ഓയിലാണ്. ഈ R15 ട്രൂ പൊട്ടൻഷ്യൽ അറിയണമെങ്കിൽ ആ ഒരു എഞ്ചിൻ ഓയിൽ ഉപയോഗിക്കണം. ഭയങ്കര റെസ്പോൺസാണ് എഞ്ചിന്. അത് വിത്തൗട്ട് കോംപ്രമൈസിങ് എന്താ പറയണ്ടേ ഒരു പ്രൊട്ടക്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതാണ്. നിങ്ങളിപ്പോൾ ഒരു ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം സെമി സിന്തറ്റിക്കോ അത്യാവശ്യം ഒക്കേഷനിൽ മാത്രം നിങ്ങൾ എടുത്തിട്ട് പൊളിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ സെമി സിന്തറ്റിക് ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മോട്ടോകളുടെ തന്നെ 500-600 രൂപ റേറ്റ് വരെ സെമി സിന്തറ്റിക് ഉണ്ട്. നല്ല പ്രൊട്ടക്ഷനും കിട്ടും, അത്യാവശ്യം വില കുറവാണ്, നമ്മുടെ കയ്യിൽ ഒതുങ്ങുകയും ചെയ്യും. നമ്മളിപ്പോൾ ഒരു ഡ്യൂക്ക് 200 5000 കിലോമീറ്റർ കൂടുമ്പോഴാണ് സർവീസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ RS 200 NS 200 ഒക്കെ 5000 കിലോമീറ്റർ കൂടുമ്പോഴാണ് സർവീസ് ചെയ്യുന്നത്. അവർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് 10,000 കിലോമീറ്റർ എഞ്ചിൻ ഓയിൽ ഉപയോഗിക്കാം എന്നുള്ള കാര്യമാണ്. കമ്പനിക്ക് അറിയാം ഈ 10,000 കിലോമീറ്റർ ഓടത്തില്ല എന്നുള്ള കാര്യം. 5,000 കിലോമീറ്റർ ആകുമ്പോഴത്തേന് എഞ്ചിൻ ഓയിൽ നല്ല രീതിയിൽ കുറയുമെന്ന് അവർക്ക് അറിയാം. അപ്പം ഒരു 1 ലിറ്റർ എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ടോപ്പപ്പ് ചെയ്യാൻ വരുമ്പം ഒരു 1/2 ലിറ്റർ ഒരു ബോട്ടിലിൻ്റെ പകുതിയും കൂടെ അത് ടോപ്പപ്പ് ആയിട്ട് കയറും. അപ്പം പുതിയ എഞ്ചിൻ ഓയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് അതിനകത്തുള്ളൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇപ്പം 10,000 കിലോമീറ്റർ ഒരു വണ്ടിയും കണ്ടിന്യൂസ് ആയിട്ട് ഓടാൻ പോകുന്നില്ല. ടോപ്പപ്പ് എന്ന് പറഞ്ഞ് കയറ്റുമ്പം അത്ര ഓയിൽ വീണ്ടും കൂടുതൽ ഒഴിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ. പിന്നെ അത് 10,000 കിലോമീറ്റർ കഴിയുമ്പോൾ അത് ഫുള്ള് മാറ്റി പുതിയ ഓയിൽ വീണ്ടും ഒഴിക്കും. കുഴപ്പമില്ല. കുറച്ച് പഴയ വണ്ടിയാണെങ്കിൽ 10,000 എന്നുള്ളൊരു 7,000 കിലോമീറ്റർ വരെ ഓടിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ KTMന്റെ 390 സീരീസ് അല്ലെങ്കിൽ ഡ്യൂക്ക് 200 ആ ഒരു ലെവലിലുള്ള 390 വണ്ടികൾക്ക് പണി കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാം? കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യാത്തത്. നിങ്ങളിപ്പം ഒരു ഓയിൽ ഒഴിച്ചിട്ട് ആ എൻജിൻ ഓയിൽ ഒഴിച്ച് KTM പറയുന്നത് ഓരോ വർഷം കൂടുന്തോറും സർവീസ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. ചിലപ്പം ആ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ 5,000 കിലോമീറ്റർ ചിലപ്പോൾ ഓടിച്ചെന്ന് വരത്തില്ല. ചിലപ്പോൾ 3,000-2,000 കിലോമീറ്റർ ഇപ്പോൾ 1,000 കിലോമീറ്റർ നിങ്ങൾ ഓടിച്ചിട്ടുള്ളതായിരിക്കും. ആ എൻജിൻ ഓയിൽ 5,000 ആവാൻ വേണ്ടി 2 വർഷം കൊണ്ടിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ എൻജിന് കൺഫേം ആയിട്ട് പണി കിട്ടും. എന്താണെന്നല്ലേ, ആ ഒരു എൻജിൻ ഓയിലിൻ്റെ ഒരു ലൈഫുണ്ട്. എൻജിൻ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ലൈഫ് എനിക്ക് തോന്നുന്നത് ഒരു ഈ പറഞ്ഞതുപോലെ ഒരു 2,000 അല്ലെങ്കിൽ 3,000 കിലോമീറ്റർ ഓടിയെന്ന് കരുതി നിങ്ങൾ മാറാതിരിക്കരുത്. ഇത്ര ടൈമിനുള്ളിൽ ആ എൻജിൻ ഓയിലിൻ്റെ അഡിക്റ്റീവ്സും പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ പോവുകയാണ്. അപ്പം കറക്റ്റായിട്ട് ആ ഒരു എൻജിനൊരു പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല.
അപ്പോൾ ടൈം പീരീഡ് വെച്ചും കൂടെ സർവീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പരമാവധി. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഡ്യൂക്കിനൊക്കെ പണി കിട്ടുന്നത്, KTM വണ്ടികൾക്ക് പണി കിട്ടുന്നത് ഈ ഒരു കാരണത്താലാണ്. കറക്റ്റായിട്ട് സമയത്തിനുള്ളിൽ നിങ്ങൾ എൻജിൻ ഓയിൽ മാറുക. അപ്പം കറക്റ്റ് ഒരു പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ ആ എൻജിൻ ഓയിൽ ഫ്രഷ് ആയിട്ട് തന്നെ നമ്മുടെ എൻജിനിൽ നിൽക്കും. കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ KTM വണ്ടിക്കൊന്നും പണിയൊന്നും വരുത്തുന്നില്ല. നമ്മൾ ഈ പറയുന്ന പോലെ അത്ര അൺറിലയബിൾ ആയിട്ടുള്ള വണ്ടിയൊന്നും അല്ല. കറക്റ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ ഏതൊരു വണ്ടിയും നിങ്ങൾ സർവീസ് ചെയ്തോ അത് ലൈഫ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നമ്മുടെ റോഡിലൊക്കെ പണ്ട് ഞാൻ ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ റോഡിലൊക്കെ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു പെർഫോമൻസിന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും കോസ്റ്റ്ലി ആയിട്ടുള്ള എൻജിൻ ഓയിൽസ് ഉപയോഗിച്ച് അത് ഇത്ര സമയത്തിനുള്ളിൽ മാറ്റുമ്പോൾ തന്നെ നമുക്ക് നഷ്ടമാണ്. സോ നിങ്ങളൊരു എൻജിൻ ഓയിൽ ഉപയോഗിക്കുന്ന താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന സംഭവങ്ങൾ മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് ഉള്ള ഒരു മെക്കാനിക്കിൻ്റെ ഒരു അഭിപ്രായം തേടുക. ഇതൊക്കെ തന്നെയായിരുന്നു ചെറിയൊരു വീഡിയോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പല ആൾക്കാരും റെക്കമെൻഡ് ചെയ്ത് ചോദിച്ചു. പിന്നെ ഈ വേസ്റ്റ് ആയിട്ടുള്ള ഉപയോഗിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത എൻജിൻ ഓയിൽസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉപയോഗിച്ചതിൽ ലിക്കി മോളി വേസ്റ്റാന്ന് ഞാൻ പറയുന്നില്ല. പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ ലിക്കി മോളി ഉപയോഗിച്ചു, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഡെയിലി യൂസിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലച്ച് പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ക്ലച്ച് പ്ലേറ്റ് കത്തിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. എൻ്റെ വണ്ടി അങ്ങനെ പോയി എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് പണ്ടത്തെ കാര്യമാണ്. പണ്ടത്തെ വീഡിയോ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഡെയിലി റൈഡർ ആണെന്നുണ്ടെങ്കിൽ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓയിലൊന്നും മേടിച്ച് ഒഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചും കൂടെ എന്താ പറയണ്ടേ, ബാലൻസ്ഡ് ആയിട്ടുള്ള സെമി സിന്തറ്റിക്ക് മേടിച്ച് ഒഴിച്ച് ഒരു 80-90 നിങ്ങൾ ഹൈവേയിൽ മാക്സിമം ക്രോസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മതി. ട്രാക്കിലൊക്കെ ഓടിക്കുന്നവർക്ക് മാത്രം മതി ഈ പറഞ്ഞ ഫുള്ളി സിന്തറ്റിക് A-Star Core RS GP4 ഒക്കെ. നമ്മൾ പിന്നെ ഈ ഒരു ഫീൽഡിൽ നിന്നതുകൊണ്ട് പല പ്രൊഡക്ട്സ് ചെക്ക് ചെയ്തതേ ഉള്ളൂ. പിന്നെ കാസ്ട്രോളും ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. നല്ല ഓയിലാണ്. ഈ ഒരു മോട്ടീവുകളിനെക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നത് കാസ്ട്രോളാന്ന് തോന്നുന്നു. കുറച്ചുകൂടെ 10-20 രൂപ കുറവാണ് ഈ മോട്ടീവുകളിനെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. കുഴപ്പമില്ല, നല്ല ഓയിലാണ് കാസ്ട്രോൾ. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അടുത്ത വീഡിയോയിലാണ്. അതുപോലെ തന്നെ ഈ R15 പോലുള്ള വണ്ടികളിലൊക്കെ ചീപ്പായിട്ടുള്ള ഓയിൽ മേടിച്ച് ഒഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. മിനറൽ ഓയിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പം ഫുള്ളി സിന്തറ്റിക് ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞോളൂ. R15 വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്യൂക്കിലോട്ടൊക്കെ വരുന്ന സമയത്ത് മിനറൽ ഓയിൽ ഉപയോഗിക്കാതിരിക്കും. എൻജിൻ സ്ലഡ്ജ് വളരെയധികം കൂടും, അല്ലെങ്കിൽ എൻജിൻ സീസ് ആവാനും ചാൻസ്